എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിലെ ആദ്യത്തെ ടാരോ റീഡിംഗ് ചാനലായിട്ടുള്ള മായസ്റ്റാറ്റിലേക്ക് സ്വാഗതം. നമ്മൾ സംസാരിക്കുന്നത് മകയിരം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന നവംബർ 2025 എങ്ങനെയാണെന്നാണ്. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ നോക്കാവുന്നതാണ്. പിന്നെ പനിയായതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസങ്ങൾ റീഡിങ്സ് ചെയ്യാതെ വരുന്നത്. ഇപ്പോൾ പൂർണ്ണമായിട്ടും ഭേദമായിട്ടില്ല. എന്നിരുന്നാലും മകയിരം നക്ഷത്രക്കാരുടെ നവംബർ 2025 എങ്ങനെയാണ് എന്ന് നോക്കാം. Three of Pentacles, Four of Cups, King of Swords, Page of Cups, Page of Pentacles and Two of Pentacles. ആദ്യം തന്നെ ത്രീ ഓഫ് പെൻറ്റക്കിൾസ് എനർജി കണക്ഷൻസ് ആണ്. ബിസിനസ് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ലൊരു സമയമാണ് ഈ ഒരു മാസം. പ്രത്യേകിച്ച് പാർട്ട്ണർഷിപ്പിലൊക്കെ ബിസിനസ് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു പാർട്ട്ണർഷിപ്പ് അല്ലെങ്കിൽ നല്ലൊരു ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുക്കാനുള്ള രീതിയിലേക്ക്, അതായത് ബിസിനസ് വീണ്ടും വിപുലീകരിക്കാനും പുതിയ കൊലാബറേഷൻസോ അല്ലെങ്കിൽ പുതിയ പാർട്ട്ണർഷിപ്പുകളൊക്കെ, ഫണ്ടിങ്സ് കാര്യങ്ങളൊക്കെ, അതേപോലെ എന്തെങ്കിലും നിങ്ങൾ ചെയ്യുന്ന ബിസിനസ് ഗവൺമെൻറ് ഫണ്ടിങ്സോ അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ പുറത്തു നിന്നൊക്കെ ഫണ്ടിങ്സ് കാര്യങ്ങളൊക്കെ വരാനുള്ള ചാൻസസും കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് കാണിക്കുന്നുണ്ട്. പലതരത്തിലുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള പുതുമകൾ ബിസിനസ്സിലേക്ക് കൊണ്ടുവരാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നു എന്നുള്ളതാണ്. വ്യത്യസ്തങ്ങളായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള ആളുകൾ ഒരുമിച്ച് ചേർന്നിട്ടുള്ള ഒരു ബിസിനസ് കൊണ്ടുപോകുമ്പോൾ ഓരോ മേഖലയിലും അതിൽ നൈപുണ്യമുള്ള ആളുകൾ അതിനെക്കുറിച്ചിട്ട് കാര്യങ്ങൾ നോക്കി നടത്തുന്നത് കൊണ്ട് തന്നെ നല്ല രീതിയിൽ ബിസിനസ് മുന്നോട്ടേക്ക് പോകുന്നു എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. ഫാമിലി ബിസിനസ് കൊണ്ട് നടക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഫാമിലി നിങ്ങൾ ഒന്ന് കുറച്ചുകൂടി റിലാക്സ്ഡ് ആവാൻ പറ്റുന്ന ഒരു അവസരം കാണിക്കുന്നുണ്ട്. ഒത്തിരി തിരക്കുകൾ കാരണം അടുത്തിടയ്ക്ക് ബാക്കിയൊന്നും ശ്രദ്ധിക്കാൻ കഴിയാത്തവർ അല്ലെങ്കിൽ അടുത്തിടെ ബിസിനസ് തുടങ്ങി കാര്യങ്ങളൊന്ന് സ്റ്റെബിലൈസ്ഡ് ആയിട്ട് വരുന്നവരെ സംബന്ധിച്ച് ഇപ്പോൾ ഒന്ന് ചെറുതായിട്ട് റിലാക്സ്ഡ് ആയിട്ടിരിക്കാൻ പറ്റുന്ന ഒരു അവസരം എന്ന് തന്നെ പറയാം ഈ ഒരു മാസത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. അപ്പോൾ ലാഭം കിട്ടിത്തുടങ്ങുന്ന സമയം എന്ന് പറയാം പുതിയതായിട്ട് ബിസിനസ് തുടങ്ങുന്നവരെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ. അല്ലാത്തവരെ സംബന്ധിച്ച് ഈ പറയുന്ന പോലെ പുതിയ മാറ്റങ്ങൾ, കാര്യങ്ങൾ, ഫണ്ടിങ്സ്, പുതിയ കൊളാബറേഷൻസ്, കാര്യങ്ങൾ, പാർട്ട്ണർഷിപ്പൊക്കെ നിങ്ങളെ സംബന്ധിച്ച് കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഫോർ ഓഫ് കപ്സ് എനർജി കണക്ഷൻസ് ആണ്. കരിയർ ഓറിയൻറ്റഡ് ആയിട്ട് പൊതുവേ നല്ലൊരു സമയമാണ് ഈ ഒരു മാസത്തിൽ. അപ്പോൾ ജനറലി ബിസിനസ് സംബന്ധിച്ച് നമ്മൾ ഓൾറെഡി സംസാരിച്ചു. അതേസമയം നമ്മൾ ബിസിനസ് അല്ലാതെ ജോലി ചെയ്യുന്നവരോ അല്ലെങ്കിൽ അങ്ങനെയുള്ള മറ്റ് കാര്യങ്ങളിലും വിദ്യാഭ്യാസം, ജോലി, ഫിനാൻസുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഒത്തിരി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന സമയമാണ്. അപ്പോൾ കൂടുതൽ താല്പര്യം ഇപ്പോൾ പൊതുവേ ജോലിക്ക് പോകുന്നു വരുന്നു എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് ജോലിയിൽ വലിയ ശമ്പളത്തിന് വേണ്ടി ജോലിക്ക് പോകുന്നു എന്നൊക്കെ പറയുന്ന ആ ഒരു രീതിയിൽ നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടി ജോലിയിൽ കൂടുതൽ മികവ് കാണിക്കുക ഒക്കെ ചെയ്യാൻ തുടങ്ങുന്ന സമയമാണ്. അതേപോലെ തന്നെ ഇതുവരെ ഇല്ലാതിരുന്ന പല കാര്യങ്ങളും നോട്ടീസ് ചെയ്യാനായിട്ട് നിങ്ങൾ തുടങ്ങുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കാര്യങ്ങൾ കൂടുതൽ പഠിക്കാൻ തുടങ്ങുന്നു. വെറുതെ ജോലിക്ക് പോവുക വരിക എന്നതിൻ്റെ അപ്പുറത്തേക്ക് നിങ്ങളുടെ ജോലിയിൽ എങ്ങനെ മുന്നേറാം, എന്തൊക്കെ സാധ്യതകളുണ്ട് എന്നുള്ളത്, അതേപോലെ പല കാര്യങ്ങളും മനസ്സിലാക്കുന്നു, പഠിക്കുന്നു. മാത്രമല്ല കുറച്ചധികം നാളായിട്ട് ഒരേ പൊസിഷനിൽ നിൽക്കുന്നവരാണ്, 2 വർഷത്തിൽ കൂടുതലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആവശ്യത്തിനുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ പലതുമായിട്ട് നിങ്ങൾ മുന്നോട്ടേക്ക്, അതായത് ഇനി ഇവിടെ അല്ല, ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാനുള്ള സാഹചര്യത്തെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങുന്നു. അതായത് പുതിയ ജോലി, അതേ കമ്പനിയിൽ തന്നെ പുതിയ ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ ഹയർ പൊസിഷനിലേക്ക് പോകുന്നതോ അല്ലെങ്കിൽ നിങ്ങൾ മറ്റൊരു ജോലിക്ക് നോക്കുന്നതോ ഒക്കെ ആയിട്ടുള്ളൊരു സാഹചര്യം ഈ ഒരു മാസത്തിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ചില അവസരങ്ങൾ നിങ്ങളെ തേടി വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളായിട്ട് അങ്ങോട്ടേക്ക് പോകേണ്ട. അപ്പോൾ പലയിടത്തും നിന്ന് ഇങ്ങനെയൊരു അവസരം ഉണ്ട്, വേണമെങ്കിൽ ശ്രമിച്ചു നോക്കാവുന്നതാണ് എന്നുള്ളൊരു നിങ്ങളോട് ഇങ്ങോട്ടേക്ക് പറയുന്ന ഒരു സാഹചര്യമൊക്കെ വരുന്ന ഈ ഒരു മാസത്തിൽ കാണിക്കുന്നുണ്ട്.
നെക്സ്റ്റ് വന്നിട്ട് കിങ് ഓഫ് സോട്സ് എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ ഈ ഒരു എനർജി എന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴും പലരെ സംബന്ധിച്ചിടത്തോളം ആവശ്യത്തിൽ കവിഞ്ഞൊരു ദയാദാക്ഷിണ്യം, കാരുണ്യം, അല്ലെങ്കിൽ നമ്മൾ നല്ല ആളുകളാണ് എന്നുള്ളത്, അല്ലെങ്കിൽ മറ്റുള്ളവരോട് കാരുണ്യമുള്ളവരാണെന്ന് കാണിക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇതുള്ളത് കൊണ്ട് എല്ലാവരോടും സൗമ്യമായിട്ട് പെരുമാറുന്നു, നല്ല കാര്യം. പക്ഷേ ചില പൊസിഷനിൽ ഇപ്പോൾ നമ്മളൊരു ജഡ്ജിയായിട്ടിരിക്കുന്ന ഒരാൾ, ഒരു വ്യക്തി, ഒരു കള്ളനോ അല്ലെങ്കിൽ അതുപോലുള്ള ഒരാൾ കരഞ്ഞു പറഞ്ഞത് കൊണ്ട് സാരില്ല പോട്ടെ എന്ന് വെക്കാൻ പറ്റില്ല, കാരണം അപ്പോൾ അത് നിയമത്തിനെതിരാവും. അപ്പോൾ ചില സാഹചര്യങ്ങളിൽ നിങ്ങളിരിക്കുന്ന പൊസിഷൻ അനുസരിച്ചിട്ട് പെരുമാറുക. അപ്പോൾ എല്ലാവരും തൽക്കാലത്തേക്ക് ക്ഷമിക്കുക എന്നുള്ള രീതിയിൽ വിട്ടുകൊടുക്കുന്ന ഒരു സിറ്റുവേഷൻ. നമ്മളൊരു പൊസിഷനിലല്ല എങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ ഒരാളോട് ക്ഷമിക്കുക, നിങ്ങളുടെ ഇഷ്ടം. പക്ഷേ ഒരു പൊസിഷനിലിരിക്കുമ്പോൾ പൊസിഷന് അല്ലെങ്കിൽ ആ കമ്പനിക്ക് അല്ല സാഹചര്യത്തിന് ലീഗലി ഒക്കെ തെറ്റ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ അതിൻ്റെ കോൺസിക്വൻസസ് അനുഭവിക്കുക. അപ്പോൾ ആ വ്യക്തിയോട് ക്ഷമിക്കുമ്പോൾ നിങ്ങളുടെ പൊസിഷന് എതിരായിട്ടാണ് നിൽക്കുന്നത്. ചില സമയങ്ങളിൽ അപ്പോൾ നിയമം, ന്യായം, നീതി ഇതിനോട് നിൽക്കുമ്പോൾ നമ്മൾ കാരുണ്യം എന്നുള്ളതല്ല, അവിടെ നിങ്ങൾ കാണിക്കുന്ന കാരുണ്യം എന്ന് പറയുന്ന ആ നിയമത്തിനോടും അതായത് നിങ്ങൾ നീതിയോടും കൂടി പ്രവർത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ചില ആളുകൾ ഇങ്ങനെ നിങ്ങളുടെ കാരുണ്യത്തെ മുതലെടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ ആ സിറ്റുവേഷനിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളൊരു പൊസിഷനിലിരിക്കുന്ന വ്യക്തിയാണ്, നിങ്ങൾ നോക്കേണ്ടത് നീതിയും ന്യായവും മാത്രമാണ്, മറ്റൊന്നും നിങ്ങളെ ബാധിക്കുന്ന കാര്യമില്ല. അപ്പോൾ ട്രൂത്ത്ഫുള്ളായിട്ട് നിൽക്കുക. മറ്റുള്ളവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അവർ മാനിപ്പുലേറ്റ് ചെയ്യാതിരിക്കുന്നത് മനസ്സിലാക്കുക. ക്ലിയർ തിങ്കിങ്ങോട് കൂടിയിട്ട് മുന്നോട്ടേക്ക് പോവുക എന്നുള്ളത് എടുത്തു പറയുന്നു. കാരണം ചില സിറ്റുവേഷനിലെ ആളുകൾ പലരും പലതും പറയാം, പക്ഷേ നിങ്ങളുടെ പൊസിഷനോടാണ് നീതി പുലർത്തേണ്ടത്. കാരണം അങ്ങനെ ഒരു സാഹചര്യം വരുന്നുണ്ട്, അതുകൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നെക്സ്റ്റ് വന്നിട്ട് പേജ് ഓഫ് കപ്സ് എനർജി. ഈ ഒരു എനർജി, പേജ് ഓഫ് കപ്സ് എനർജി സൂചിപ്പിക്കുന്നത് നിങ്ങളെന്ന് പറയുന്ന വ്യക്തി നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എന്താണ് ചിന്തിക്കുക, അല്ലെങ്കിൽ പേജ് ഓഫ് കപ്സ് എനർജി പറയുമ്പോൾ നിങ്ങളുടെ ജീവിതം, പേഴ്സണൽ ലൈഫിൽ നിങ്ങൾ എന്താണ്, ഏത് ദിശയിലേക്കാണ് പോകാൻ ആഗ്രഹിക്കുന്നത്, അതിലൂടെ തന്നെ പോകാൻ ആഗ്രഹിക്കുന്ന വഴിയിലൂടെ നിങ്ങൾക്ക് പോകാൻ പറ്റുന്നു. കാരണം പല ആളുകളെ സംബന്ധിച്ചിടത്തോളം മനസ്സുകൊണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒന്നായിരിക്കും, പക്ഷെ പല ചുറ്റുപാടുമുള്ള ആളുകൾ, അവരുടെ സ്വാധീനത്തിൽ നിങ്ങൾ പല തീരുമാനങ്ങളും, തെറ്റായിട്ടുള്ള തീരുമാനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ, കാരണം പലപ്പോഴും പലരും ത്യാഗം അല്ലെങ്കിൽ കടമ ഇതൊക്കെ കൊണ്ടിട്ട്, അല്ലെങ്കിൽ അച്ഛനമ്മമാർക്ക് വേണ്ടിയോ സഹോദരങ്ങൾക്ക് വേണ്ടിയോ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടൊക്കെ പല തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട്. ഇവിടെ പ്രത്യേകം പറയുന്നത് ഭാവിയിൽ നിങ്ങൾ ആ ഒരു തീരുമാനം എടുക്കുമ്പോൾ ഭാവിയിൽ നിങ്ങളെ ബാധിക്കാം. കാരണം അങ്ങനെ എടുക്കുന്ന തീരുമാനങ്ങളിൽ മുന്നോട്ടേക്ക് പോകും തോറും, പ്രത്യേകിച്ച് വിവാഹകാരിയാണ് ഇവിടെ, മുന്നോട്ടേക്ക് പോകും തോറും അവർക്കതിൽ കൂടുതലൊന്നും ചെയ്യാനില്ല. നിങ്ങളുടെയാണ് ജീവിതം. ഒരു സിറ്റുവേഷനിൽ അതിലെന്തെങ്കിലും സംഭവിച്ചാൽ അവർക്ക് ഒന്നും പറയാനില്ല, അല്ലെങ്കിൽ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഈ ഒരു സിറ്റുവേഷനിൽ അപ്പോഴത്തെ ഒരു സങ്കടമോ ഇതും അവരുടെ കാര്യങ്ങൾ നോക്കാതെ നിങ്ങൾ ചിന്തിച്ച് തീരുമാനം എടുക്കുക, നിങ്ങളുടെ ലൈഫ് നശിപ്പിക്കാതിരിക്കുക എന്നുള്ളത്. ഓക്കെ, പേജ് ഓഫ് പെൻറ്റക്കിൾസ് എനർജിയാണ്. അപ്പോൾ ഈ ഒരു എനർജി സൂചിപ്പിക്കുന്ന സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഒത്തിരി നേട്ടം കൊണ്ടുവരുന്ന ഒരു മാസമാണ് ഈ ഒരു മാസം. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റൊക്കെ ചെയ്യാൻ പറ്റുന്ന സമയമാണ്. ഫിനാൻസുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഷെയർ ട്രേഡിംഗ്, മാർക്കറ്റിംഗ്, മ്യൂച്വൽ ഫണ്ട്സ്, ചില മെഡിക്കൽ ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് പല പല കാര്യങ്ങൾ നിങ്ങൾക്ക് സാമ്പത്തികമായിട്ടുള്ള നേട്ടം കൊണ്ടെത്തുന്ന സമയമാണ്. ഓൾറെഡി ഇതൊക്കെ ഉള്ള ആളാണെങ്കിൽ അതിൻ്റെ നേട്ടം ലഭിക്കുന്ന മാസമാവാം. അല്ലാത്തവരാണെങ്കിൽ ഇപ്പോൾ അതൊക്കെ ചെയ്യുക. നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ചെയ്തു വയ്ക്കാം. ടു ഓഫ് പെൻറ്റക്കിൾസ് എനർജിയാണ്. അപ്പോൾ വരുമാനത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ 2 തലത്തിലുള്ള വരുമാനം കാണിക്കുന്നു. ഇപ്പോൾ ജോലി ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ജോലിയും ബിസിനസ്സും കാര്യങ്ങളും ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു വരുമാനത്തിൽ നിന്ന് കിട്ടുന്നത് വഴി കുടുംബം കാര്യങ്ങൾ ചെയ്യാം. മറ്റേ വരുമാനം പൂർണ്ണമായിട്ടും ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഭാവിയിലേക്ക് നിങ്ങൾക്ക് പ്രയോജനപ്പെടും. കാരണം ഇപ്പോൾ പുതിയതായിട്ട് വന്നതാണ് ആ വരുമാനം, അത് ചിലവിനായിട്ട് ഉപയോഗിക്കാതെ അത് പൂർണ്ണമായിട്ടും സേവിങ്സ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് ഉപയോഗിക്കുന്നത് വളരെ നല്ലതായിരിക്കും. അത് ആ ഒരു തീരുമാനത്തിലേക്ക് എത്തുക. പ്രായമായിട്ടുള്ളവർ, അതേപോലെ ഇപ്പോൾ വീട്ടമ്മമാർ അങ്ങനെയുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഒരു വീട്ടിലിരുന്ന് വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം വരുന്നുണ്ട്. അത് സമയമില്ല, അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് വിട്ട് കളയാതിരിക്കുക. അതിനുള്ളൊരു നല്ല അവസരമാണ്, നിങ്ങൾ ഉപയോഗപ്പെടുത്തുക തന്നെ ചെയ്യുക എന്നുള്ളതാണ് പറയാനുള്ളത്. ഓക്കെ,
അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.